പരിശുദ്ധ അമ്മേ, അമ്മേ ദൈവമാതാവേ, ഈ അൽത്താറയിൽ നിന്നുകൊണ്ട് എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മക്കളെല്ലാം കർത്താവേ, ക്ലേശം അനുഭവിക്കുന്നവരെ, മനസ്സിന്റെ ഭാരം കാരണം, രോഗം കാരണം, തകർച്ചകൾ കാരണം പ്രാർത്ഥിക്കുവാൻ പോലും വാക്കുകിട്ടാതെ മനസ്സിടിഞ്ഞു പോയവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കലഹം വെച്ച കലഹം വാദിച്ച സഹോദരങ്ങളെ വഴക്ക്, പരസ്പരമുള്ള ഭിന്നത എല്ലാം കൊണ്ട് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ദമ്പതികള്, മക്കള്, സഹോദരങ്ങള് എല്ലാവരെയും ആരാധനകര് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത സമർപ്പിക്കുന്നു. ഭവനരഹിതര്, വഴിയില്ലാത്തവര്, മക്കളെ പഠിക്കാൻ തകർത്തവര്, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവര്, അതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവര്, വ്യാപാരശാലകൾ അടഞ്ഞുപോയവര്, വരുമാനമില്ലാത്തവര്, തൊഴിൽ നഷ്ടപ്പെട്ടവര്, ജോലി നഷ്ടപ്പെട്ടവര്, പ്രമോഷൻ തടയപ്പെട്ടവര്, പരീക്ഷ കിട്ടാത്തവര്, അബോർഷന് വേണ്ടി കർത്താവെ ഡോക്ടർ നിശ്ചയിച്ചവര്, അവിടെല്ലാം ഉദരങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടുവിലിന് വേദനയുള്ളവരെ സ്പർശിക്കണമേ. കിടക്കാൻ പറ്റാത്തവര്, ചെയ്യാൻ പറ്റാത്തവര്, ഉറക്കം വരാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, ഫിസ്റ്റുല രോഗികള്, പിസിഒഡി രോഗികള്, സിസ്റ്റുള്ളവര്, ക്യാൻസർ രോഗികള്, ഗർഭാശയ ക്യാൻസർ രോഗികള്, കൃപാസനത്തിൽ ഉടമ്പടി ചെയ്തു പോയിരിക്കുന്ന മക്കള്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാക്ഷ്യം പറയാനുള്ളവര്, സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞവര്, കർത്താവെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി വന്നുകൊണ്ടിരിക്കുന്നവര്, ബാങ്ക് നോട്ടീസ് വന്നവര് പോയവര്, കർത്താവെ, വിദേശത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവര്, അവിടെ ചെന്ന് എത്തിയിട്ട് ജോലി കിട്ടാത്തവര്, വീട് കിട്ടാത്തവര്, കർത്താവെ, അവിടെ ശമ്പളം ശരിയാകാത്തവര്, PR ഒത്തുവരാത്തവര്, കർത്താവെ, പഠനങ്ങളിലെല്ലാം കർത്താവെ പരാജയം വരുന്നവര്, പരീക്ഷ എഴുതുന്നവര്, നൈപുണ്യ പരീക്ഷ എഴുതാൻ പോകുന്നവര്, എഴുതി കഴിഞ്ഞവര്, എഴുതാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, എല്ലാ പരീക്ഷകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ, കർത്താവെ, ഞങ്ങളുടെ കഴിവിനെക്കുള്ളവരി അങ്ങയുടെ കൃപയായി ഞങ്ങളുടെ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധി ഇല്ലാതെ ജീവിക്കുന്നവരെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ, ദൈവത്തെ വേണ്ടെന്ന് പറയുന്നവരെ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. മദ്യപാനികള്, പലതരത്തിൽ ലഹരിപദാർത്ഥം അകപ്പെട്ടു ആഭിചാരത്തുള്ളവരെ, പലതരത്തിലുള്ള തെറ്റായ പ്രണയബന്ധങ്ങളിലേക്ക് അകപ്പെട്ടവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ അവരുടെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നും ഒരു എത്തിപ്പിടിയുമില്ലാത്തവരെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ പേര് മക്കളില്ലാത്തവര്, അതിന്റെ പേര് വിവാഹം താമസിക്കുന്നവര്, അതിന്റെ പേര് ശാരീരിക രോഗങ്ങളൊക്കെ ഉള്ളവര് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവേ, അവരെ സ്പർശിക്കണമേ കർത്താവേ. രക്തസ്രാവരോഗ്യം സുഖപ്പെടുത്തിയവരെ, അതിന്റെ തിരുമുറുപാട് വലത് കിടത്താൻ അവരെ സ്പർശിക്കണമേ കർത്താവെ. ക്യാൻസർ രോഗികള്, ഷുഗർ രോഗികള്, കർത്താവ് കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, ശ്വാസകോശ രോഗികള്, ബ്രെയിൻ ട്യൂമർ ഉള്ളവര്, ബ്രെയിൻ ബ്ലോക്ക് ഉള്ളവര്, രക്തോട്ടം ബ്ലോക്ക് ഉള്ളവര്, ഞരമ്പ് ശോഷിച്ചവര്, ഞരമ്പ് കർത്താവ് പിടച്ചിരിക്കുന്നവര്, നീര് രോഗികള്, വാതരോഗികള്, അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, വേദികള് നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ആരാധന
തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മളുടെ ഓരോ മക്കളെയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവേ, മാനവരോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധന, ആരാധന. Praise the Lord. Praise the Lord. ഓൺലൈനിലുള്ളവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഹോംവർക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോംവർക്കാണ്, കർത്താവേ, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഇത് ഒരു വലിയ ഒരു വിഷയമാണ്. കർത്താവ്, ഇപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും, കർത്താവേ, ഞാൻ എപ്പോഴാണ് വീട് വെക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, ഞാൻ ഏത് രാജ്യത്താണ് ജോലി ചെയ്യേണ്ടതെന്നും എവിടെയാണ് ഞാൻ എൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും എനിക്ക് കാണിച്ചു തരണമേ. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ദൈവികമായ ഒരു കൃത്യത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റ് ആകത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ കാനഡയിലേക്ക് രജിസ്ട്രേഷൻ കൊടുക്കും. ചിലപ്പോൾ അവരുടെ സിലബസ് വരുമ്പോൾ അഡ്മിഷൻ കിട്ടും. പക്ഷേ സിലബസ് വരുമ്പോൾ നമ്മുടെ സിലബസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ നമ്മുടെ സിലബസ് എന്ന് വെച്ചാൽ നീ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ ലോജിസ്റ്റിക് ആണെന്ന് വിചാരിച്ചോ, ചിലപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകത്തില്ല. അത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വെബിൽ നോക്കുമ്പോൾ കിട്ടും, ഓക്കെ എന്നൊക്കെ പറയുമെങ്കിലും അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ പറയും ഈ വർഷം അതില്ലെന്ന് പറയും, തീർന്നില്ല പരിപാടി. ഈ വർഷം ദിവസമൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാ ഈ ലോജിസ്റ്റിക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം അതില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കാശ് അവരുടെ കയ്യിലായിപ്പോയി അല്ലേ? കാശ് ഏജൻസി വഴി എന്നിട്ട് വിസയുടെ കാശ് പോയി, യൂണിവേഴ്സിറ്റി ഫീസ് പോയി എന്ന് പറയും. അതിൻ്റെ അവർ പിന്നെ എപ്പോഴും ഡിപ്ലോമാറ്റായിട്ടുള്ള മനുഷ്യരായത് കാരണം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തരും. എന്നിട്ട് നമ്മളത് കൗൺസിൽ ചെയ്ത് നമ്മളെ കൺവിൻസ്ഡ് ആക്കും. ഇനിയുള്ള കാലം ഇതുപോലെയുള്ള ഈ കോഴ്സാണ് ഇനി വർക്കൗട്ട് ചെയ്യാൻ പോണത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീഴും. അതിൻ്റെ അത് പഠിച്ച് പകുതി എത്തുമ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ ഇത് ഞാനുമായിട്ടൊരു ബന്ധുവില്ലല്ലോ, ഇത് പഠിച്ചാൽ പിന്നെ ഇന്ത്യയിൽ ജോലി പോലും കിട്ടത്തില്ല, എല്ലാ കാലം മരണം വരെ ഇംഗ്ലണ്ടിൽ എവിടെയെങ്കിലും തന്നെ ആയിരിക്കണം. പക്ഷേ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. എല്ലാം അറിയാം, പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറയും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവചോദന ഇല്ലാതെ നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ടാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, 31-ാമത്തെ സങ്കീർത്തനത്തിലെ 8-ാം വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നടക്കേണ്ട വഴി അങ്ങന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, എന്നെ നടക്കേണ്ട വഴികള് കർത്താവേ എന്റെ മുഖതാവിലെ എനിക്ക് ഉപദേശിച്ച് നൽകുവാൻ വേണ്ടി കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവായ ദൈവമേ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖവിൽ ഹൃദയത്തിലാണ്
സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നിന്നെ ഉപദേശിക്കാം. ഇതിന്റെ വരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം, ഈ ഒരൊറ്റ വചനം ഭയങ്കരമായൊരു വചനമാണ്. ഈ ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നമസ്കാരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ വന്നത്. അതായത് നീ നടക്കേണ്ട വഴി, അത് നീ ചെയ്യേണ്ട ബിസിനസ്, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ജോലി, നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, എവരിത്തിങ് ഇതിനകത്തുണ്ട്. അത് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നാണ് പറയണത്. നീ കല്യാണം കഴിക്കേണ്ട ജീവിത പങ്കാളി, അത് എക്സ് ഓർ വൈ, സ്ത്രീയോ പുരുഷനോ ആരായിക്കൊള്ളട്ടെ. അപ്പോൾ നീ വെക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, നീ പഠിക്കേണ്ട സബ്ജക്റ്റ്, നീ ചെയ്യേണ്ട ജോലി, എല്ലാം എന്താണ്? നീ നടക്കേണ്ട വഴി. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് മുഖതാവിൽ ഉപദേശിക്കാമെന്ന് പറയണത് വെച്ചാൽ നേരെ നമ്മുടെ മുഖത്തോട് മുഖം തിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു തരുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അതായത് നമ്മളോടിങ്ങനെ ആഭിമുഖ്യത്തോടു കൂടി, നമ്മളറിയാമല്ലോ, ഒരു ബൈപേഴ്സൺ റിലേഷനായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് നീ പരിശുദ്ധാത്മാവിനോട് നീ ചോദിച്ച് വാങ്ങിക്കേണ്ട സംഭവമാണ്. ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പരിശുദ്ധാവിനെക്കുറിച്ച് വല്ലാത്തൊരു ജാഗ്രത നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. അതായത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായി പാടായിട്ട് തോന്നുന്നു, അയ്യോ ആത്മീയ ജീവിതം ഭയങ്കരമാണല്ലോ എന്ന് ചോദിക്കുക. അല്ല, ഭയങ്കര സിമ്പിളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹായകൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. അതുകൊണ്ടാണ്. ഒന്ന് വായിച്ചോളൂ. സഹായകൻ, അതായത് ഞാൻ അയച്ചു തരുന്ന സഹായൻ പിതാവിൻ്റെ സഹായകനാണ്. അപ്പോഴേ നമ്മൾ ഈ സഹായകൻ എല്ലാ കാര്യത്തിലും സഹായിക്കും നമ്മളെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ചെയ്യണത്. ഒന്ന്, നമ്മളെ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും സഹായം കിട്ടും, എല്ലാ മേഖലകളിലും. പിന്നെ എന്താണ്, ഒരു കാര്യം സീരിയസ് ആയിട്ട്, അതായത് അനുസ്മരിപ്പിക്കുക. അത് ഭയങ്കരമായ, അതായത് നമ്മളുടെ ദൈവമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട കാര്യം ഈ അനുസ്മരണമാണ്, ഓർമ്മ. നമുക്ക് ഓർമ്മയില്ലെന്നല്ല, പക്ഷെ സമയത്ത് ഓർക്കത്തില്ല. അതാണ് വിഷയം. സമയത്ത് ഓർക്കത്തില്ല, ഓർമ്മയുണ്ടാകും. പക്ഷേ അതെന്താ, അത് ഞാൻ ദിവസം ഒക്കെ ഇരുന്നേ, ഓർമ്മയല്ല പ്രശ്നം, സമയത്ത് ഓർക്കണം. അത് ഇപ്പോൾ ഓരോ കാര്യങ്ങളെ ഒരിക്കൽ ഞാൻ ഡൽഹി പോയി. ഒരു മുൻ മന്ത്രിയുമായിട്ടാണ് പോയത്. നമ്മുടെ അവിടുത്തെ ഒരു മിനിസ്റ്ററിനെ കാണാൻ പോയതാണ്. ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാം കണ്ട് കേട്ട് തിരിച്ചു പോരുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ കൂടെ ഞങ്ങൾ മുറിയിൽ ഒരുമിച്ച് രാത്രി ഉറങ്ങിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. കേരള ഹൗസിൽ താമസിക്കണം.
അപ്പം ആ സമയത്ത് പെട്ടെന്ന് ഈ പഴയ മുൻ മന്ത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സഹായിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇന്ന് 3 മണിക്കാണ് നമ്മൾക്ക് ഫ്ലൈറ്റ്. അപ്പം 3 മണിക്ക് 2 മണിക്കൂർ മുമ്പ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഓരോ കാര്യമൊക്കെ പറഞ്ഞ് പുള്ളിയുടെ പേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളി വിമാന ടിക്കറ്റ് കണ്ട്. 3 മണിക്ക് നമ്മളവിടെ എത്തുകയാണ്. എവിടെ? കൊച്ചിയിലേ. അപ്പോൾ എപ്പോഴാണ് പോകേണ്ടത്? 10 മണിക്ക്. 10 മണിക്കാണെങ്കിൽ പിന്നെ ഇവിടുന്ന് പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത് 8 മണിക്ക്. ഇപ്പോൾ എത്ര മണി? 7:30 മണി. മാതാവേ, അവിടുന്ന് ഒരു ഓട്ടമാണ് ഓടണത്. അവിടെ നിന്ന് ഓടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും ചിരിക്കും. ഞാൻ വിമാനത്തിൽ എയർ ഇന്ത്യയിൽ കയറി നിൽക്കുകയാണ്. എയർ ഇന്ത്യയിലെ അതിൻ്റെ നമ്മുടെ ഈ മറ്റേ ഇല്ലേ ജെറ്റ് എയർവേസ് കയറി നിൽക്കുമ്പോൾ ഈ നമ്മുടെ മന്ത്രി ബനിയന് വേണ്ടി നിൽക്കണം. എൻ്റെ അടുത്ത് കാര്യം ഷർട്ട് ഇടാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് പുള്ളിയുടെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഈ 3 ദിവസം താമസിച്ചതല്ലേ, അതൊക്കെ എടുത്ത് വാരി വെച്ചാണ് ഓടണത്. ഓടി വിമാനത്തിൽ കയറി നോക്കുമ്പോൾ പുള്ളിയുടെ 2 സഞ്ചി കൂടുതൽ. അപ്പോൾ ഒരു 2 സഞ്ചി ഇരിക്കുന്നത് പുള്ളി. അപ്പം ഞാനിങ്ങനെ സഞ്ചിയൊക്കെ പിടിച്ചിട്ട് വിമാനത്തിരിക്കുകയാണ്. അത് നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കണ പോലെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കും അതിനെക്കുറിച്ച്, എന്തൊരു സംഭവമാണെന്ന്. അതായത് സമയത്ത് ഓർക്കാത്ത കൊണ്ട് വേണ്ട സമയം ഓർത്ത് നമ്മൾ, പക്ഷേ സമയത്തല്ല ഓർത്തത്. അതാണ് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ സമയത്ത് ഓർക്കണം. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓൺ ടൈമിൽ നമ്മൾ ഓർപ്പിക്കും. അത് എത്രയോ പേർക്കാണെന്ന് ഈ അനുഭവം ഉള്ളത്. ദൈവമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈശോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഒന്നേത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നറിയാം. രണ്ടാമത്തത് നമ്മളത് ഓർപ്പിച്ച് തരാൻ വേണ്ടി ആരെങ്കിലും. നമുക്ക് പല വിചാരവും പല ജ്വരവും ഒക്കെ അല്ലേ മനുഷ്യന്മാർക്ക്. അപ്പം കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ ഓർത്താൽ മാത്രമേ നമ്മൾ അത് സമയം കഴിഞ്ഞ് ഓർത്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നടക്കേണ്ട വഴികള് ഞങ്ങളെ ഉപദേശിക്കുന്ന പോലെ തന്നെ യോഹന്നാൻ 14:26 പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ എല്ലാം ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങ് ഓർമ്മയായി സഹായമായി ദൈവത്തിന്റെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കണമേ. ശ്രദ്ധിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അർഹനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, നടക്കേണ്ട വഴികൾ ഉപദേശിക്കണമേ, കർത്താവേ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു സംഭവമാണ് പ്രാർത്ഥനയുടെ ഉടമസ്ഥ അവകാശം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈ ഓർമ്മ പോലെ അതിന് സഹായം കിട്ടേണ്ട പോലെ ഒരു സാധനമാണ്, ഒരു വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഉടമസ്ഥ അവകാശമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടനെ ദൈവം നമ്മളോട് ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്ന് ചോദിക്കും. നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പക്ഷെ നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? അത് ഒരു ഭയങ്കരമായ ഒരു വിഷയമാണ്. പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കത്തില്ല. ഉദ്ദേശിച്ചാൽ മാത്രമേ അതിൻ്റെ ഉടമസ്ഥത അവകാശം ഉണ്ടാകത്തുള്ളൂ, ഓണർഷിപ്പ്. ആ പ്രാർത്ഥനയുടെ മേലെ സീൽ വേണം ശരിക്കും. അതാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരാൾ ചില സമയത്തൊക്കെ കളക്ടറിൻ്റെ അടുത്ത്, ഞാനൊക്കെ ഒരു ബസ് സർവീസിൻ്റെ കാര്യത്തിന് എറണാകുളം കളക്ടറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്, കളക്ടറുണ്ട്. വൈകുന്നേരം 5 മണിയായി. 5 മണിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പെർമിറ്റ് ചെയ്തു തരാൻ എന്നോട് സന്തോഷമാണ്. ഞാൻ പ്രീസ്റ്റ് ആയതുകൊണ്ട് പുള്ളി എന്നെ അത് മാനിച്ച് അദ്ദേഹം പെർമിറ്റ് എഴുതാൻ വേണ്ടി എടുത്തിട്ട് പറഞ്ഞു, ഫാദർ സോറി,
നാളെ രാവിലെ ഒന്ന് വരുമോ എന്ന് ചോദിച്ച്. എന്താണ്, എൻ്റെ സ്റ്റാഫ് ഇവിടുന്ന് പോയിരിക്കുക, അതുകൊണ്ട് ഓഫീസ് സീലല്ല അവരാ വെക്കേണ്ടത്. അപ്പോൾ കളക്ടറാണെങ്കിലും നമ്മൾക്ക് തരുന്ന പെർമിറ്റിൽ സീല് വേണം. അതെൻ്റെ ഓഫീസിൻ്റെ മുദ്രയാണ്, അതോറിറ്റിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രെയർ ചെയ്യുമ്പോൾ ഒരു സീല് നമ്മളത് വേണം. നമ്മളുടെ ഓഫീസിൽ ഒരു സീല് വേണം, ദൈവത്തിൻ്റെയും ഒരു സീല് വേണം. 2 സീല് വേണം നമ്മുടെ പ്രെയറിന്. ഒന്ന് നമ്മളുടെ സ്വന്തം സീല്. കാര്യത്തെ എന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രാർത്ഥന ആക്ച്വലി ഐ മീൻ ഇറ്റ്, ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടിത്. പല ആൾക്കാരും കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഹൈപ്പോത്തിസിസ് അംബിഗ്വസ് ആയിട്ട് പോകും. പ്രെയറിന് വരുന്ന ഒരു പ്രശ്നം അതാണ്. അതായത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കിട്ടിയാൽ കൊള്ളാം, കിട്ടണമെന്നത്ര നിർബന്ധമൊന്നും കിട്ടില്ല, ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുക, ഇങ്ങനെയാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. കിട്ടിയില്ല ഇപ്പോൾ എന്നാ ചെയ്യാനാണ്, തൂങ്ങിച്ചാകാൻ പറ്റുമോ മനുഷ്യന് എന്നതിന് ഒക്കട്ടെ. ഇതുപോലെയുള്ള ഈ അഴകുഴമ്പം പ്രാർത്ഥനകളാണ് പണി മേടിക്കുന്നത്. അപ്പോൾ പ്രെയർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് മുമ്പ് ഒരു സാധനം വെക്കുമ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യത ഉണ്ടാകണം. കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ പ്രത്യേകിച്ച് ഹയർ നമ്മൾ ഈ ഓഫീസൊക്കെ ചെല്ലുമ്പോൾ ഹയർ അതോറിറ്റിയോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വലിച്ചു വാരി വയ്യാവേരി സംസാരിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് കാര്യങ്ങളാണ്. അതിന് വിതിൻ നോ ടൈം സംസാരിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രൊഫഷണലിസം അതാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവർ തന്നെ പിയൂൺ വന്ന് നമ്മളെ പൊക്കി മാറ്റും, ഓഫീസിൽ മാറ്റും. ആ ടൈം കഴിഞ്ഞു നമ്മളുടെ. ആ ടൈം ഒരു ഭയങ്കര സീരിയസ്. അതുപോലെ തന്നെയാണ് ദൈവദൃശ്യനിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ കാര്യം പറയുമ്പോൾ കർത്താവ് തിരിച്ച് ചോദിക്കും നമ്മൾ, ആക്ച്വലി ഡു യു മീൻ ഇറ്റ്? ഇതിനകത്ത് പണി കിട്ടിയ ആൾ സെബദിപുത്രന്മാരുടെ അമ്മയാണ്. സെബദിപുത്രന്മാരുടെ അമ്മ, യു ടേക്ക് ദാറ്റ് പാസേജ്. അതായത് എന്താ പ്രശ്നം വെച്ചാൽ അവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഒരു മകൻ ഇടതുവശത്തും ഒരു മകൻ വലതുവശത്തും ഇരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു പ്രെയർ വെക്കും. പക്ഷേ അപ്പോൾ ഈശോ എന്താ ചോദിക്കണത്? അതായത് മർക്കോസിൻ്റെ സുവിശേഷം 10:38, മർക്കോസിൻ്റെ സുവിശേഷം 10-38 വാക്യം വായിച്ചോളൂ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഡു യു ആക്ച്വലി മീൻ ഇറ്റ് എന്നാ ചോദിക്കണം. നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമ്മർദ്ദത്തിൻ്റെ പേരിലാണ് ഈ പ്രാർത്ഥന ഇപ്പോൾ രൂപപ്പെട്ട് വന്നത്. സെബദിപുത്രന്മാർക്ക് അമ്മയ്ക്ക് ഈ പ്രാർത്ഥന ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? അത് സ്വയം ഉണ്ടായിട്ടുള്ള ഒരു സ്വയംകൃതമായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഒരു സമ്മർദ്ദ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് സമ്മർദ്ദങ്ങൾ എന്ന് വെച്ചാൽ എന്താ കാര്യം വെച്ചാൽ പത്രോസിന് തലേ ദിവസം താക്കോല് കൊടുത്തതാണ് പ്രശ്നമായത്. അപ്പോൾ പത്രോസ് താക്കോൽ കൊടുത്തപ്പോൾ ഈ സെബദിപുത്രന്മാർ ഇടിവെട്ട് പാട്ടല്ല, പേര് തന്നെ ബൊനേർഗസ്, ഇടിനാഥത്തിൻ്റെ പുത്രന്മാരെന്നാണ്. എവിടെ ചെന്നാലും ഇടിവെട്ട് പരിപാടിയെ കാണിക്കത്തുള്ളൂ. അതാണ് ആ സമരക്കാരെ കൊല്ലാനൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം അതാണ്. കാര്യം അവിടെ കയ്യിരിപ്പതാണ്. അതിന് പറ്റിയ അമ്മയുമാണ് അവർ. അപ്പോൾ മക്കൾക്ക് പറ്റിയ അമ്മക്ക് പറ്റിയ മക്കളാണ്. പക്ഷെ വലിയ കുഴപ്പക്കാരല്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിവാശിയായിട്ട് നിൽക്കണമല്ല, അങ്ങനെ കർത്താവ് എടുക്കത്തില്ലല്ല. പക്ഷേ തങ്ങൾക്കൊന്നും കുറഞ്ഞു പോകരുതെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളൂ. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇവിടെ പണിയായി, ആപ്പാട് താക്കോലുണ്ടായിരുന്നൊക്കെ പത്രോസിന് കൊടുത്തെന്ന് കേട്ടതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ചേടത്തി വിറഞ്ഞ് തല്ലിക്കിട്ട് വരണത്. അപ്പോൾ കർത്താവിനോട് പറയും, നിൻ്റെ നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുമെന്നും പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു കൺഫ്യൂഷനില്ല പത്രോസിനാണ് അവിടെ പറഞ്ഞത്. അത് ചേടത്തി ആ സാധനം ഈശോ അത് പറഞ്ഞെങ്കിലും ചേടത്തി അതിനൊരു പുല്ല് വില കൊടുത്തത്. പിന്നെ താക്കോൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ മകന് ഞാൻ മേടിച്ചിരിക്കും, വേറെ വിഷയം എൻ്റെ അകത്തൊന്നും ഇല്ലെന്ന് പറയും. അവർ 10 ദിവസം കൊടുത്തത് മേടിച്ചതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന്. അവരുടെ വരവ് തന്നെ ഒരു പൊട്ടിങ്കാറ്റ് പോലെയാണ് അവർ വരണത്. അവർ പറഞ്ഞ് താക്കോൽ ഒരെണ്ണം ഉണ്ടായത് കൊടുത്തു പോയെന്ന്, അതൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും. ഇവിടെ താക്കോൽ ഒരെണ്ണം അവിടെ അങ്ങനെ വല്ല പരിപാടി ഇവിടെ ഉണ്ടെങ്കിൽ അതിന് എൻ്റെ മകനും ഒരെണ്ണം കിട്ടണം. ഒന്ന് കിട്ടിയാൽ പറയും, അങ്ങനെ എനിക്ക് 2 മക്കളാണുള്ളത്, അവനെയും കൊടുക്കണം ഒരെണ്ണമെന്നും. അപ്പോൾ ഇവർ എടുത്ത് പാവപ്പെട്ടവൾ ഒരു സിമ്പിൾ ലേഡിയാണ് അവർ സിമ്പിൾ ലേഡിയാണ്. കാര്യം അവരങ്ങനെ ഇതെല്ലാം ഒരു ഉപദ്രവകാരിയല്ല. കാര്യം ഉപദ്രവകാരിയാണെങ്കിലേ അവർ സമ്പത്ത് വിറ്റ് കർത്താവിന് കുറേ പൈസ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഈശോയുടെ
ഈ ശിഷ്യന്മാർക്ക്. അതാണ് അവർക്ക് അത്രയും വിറയണതിൻ്റെ കാര്യം. സലോമി എന്ന ഇവരുടെ പേര്. സലോമി അങ്ങനെ വരണത് വെറുതെ വന്നതല്ല. സലോമിക്ക് ഇവിടെ കുറച്ച് ക്ലെയിംസൊക്കെ ഉണ്ട്. കുടുംബ വസ്തുവൊക്കെ വിറ്റ സമയത്തെ അതിൻ്റെ ഓഹരി കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കളിവിടെ നിൽക്കണ കാരണം അവർ കർത്താവിൻ്റെ ആ ഒരു സമൂഹത്തിന് വേണ്ടി പൈസ യൂദാസിനടുത്താണ് ഇരിക്കണത്, അത് വേറെ വിഷയം. പക്ഷേ ഇതാണ് കൊടുക്കാനുള്ളത് സലോമി കൊടുത്തതാണ്. പക്ഷേ ഇപ്പം കിട്ടാനുള്ള കാര്യം വന്നപ്പോൾ തെങ്ങും ചാരിയുന്നവൻ മണ്ണും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ 10 വർഷം സംഭവം കൊണ്ടുപോയി. ഇതാണ് ചേടത്തിക്ക് വിറഞ്ഞത്. ചേടത്ത് നേരെ വന്നിട്ട് പറയും, എൻ്റെ ഒരു മകൻ ഇവിടെ ഇന്നലെ ആണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, രാജ്യം സ്ഥാപിച്ചെന്ന് താക്കോൽ കൊടുത്തെന്നൊക്കെ പറയാം, ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എൻ്റെ മകൻ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരിക്കാൻ കൽപ്പിക്കണം. അപ്പം എന്താണെന്നുള്ളതൊരു പിടി കിട്ടിയിട്ടില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതാണ് ഈശോ ചോദിക്കുന്നത്. നീ എന്താണ് ചോദിക്കണതെന്ന് നിനക്ക് തന്നെ അറിയാവോ? അതാണ് എന്താണ് 10-ാം അധ്യായം 38-ാം വാക്യം. അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ചേർത്തിക്ക് അറിയത്തില്ല എന്താണ് ചോദിക്കണതെന്ന്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മൾ ദൈവദർശനെ പല കാര്യങ്ങളും ചോദിക്കും, പക്ഷേ ചില കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യം ശരിക്കും നമ്മളത് ഓൺ ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. ഉടമസ്ഥത, പ്രാർത്ഥനയുടെ ഉടമസ്ഥത ഓൺ ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ 2 വീട്ടിൽ ഒരു മകനുണ്ടെന്ന് വിചാരിച്ചു, വേറെ ആരുമില്ല, അപ്പനും അമ്മയും ഉണ്ട്, അവിടെ വീട്ടിൽ താമസിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കണത് എന്താണ്? എല്ലാവരും 2-3 നില വീടൊക്കെ വെക്കണം, വെറുതെ വെക്കണേ വീടൊക്കെ. 3 നിലയെന്ന് പറയണത് 2 നില തുടങ്ങിയിട്ട് എൻജിനീയർമാരത് 3 നിലയാക്കി കൊടുക്കും അവർക്ക്. അത് കുഴപ്പമില്ല. ഒരു 10-50 ചാക്ക് സിമെൻറ്റും ഒരു 10-500 കിലോ കമ്പി ഇറക്കിയ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. എവിടെ? അങ്ങനെയാണ് അവർ പറയണത്. നമുക്കിത് 3 നിലയൊക്കെ എന്താ കുഴപ്പമിരിക്കണം? 10-50 ചാക്ക് സിമെൻറ്റും ഒരു 10-500 കിലോ കമ്പി ഉണ്ടെങ്കിൽ സംഭവം കുറച്ച് പണിക്കൂലി ഉണ്ടെങ്കിൽ പണി തീരുമെന്ന് പറയും. പക്ഷേ എന്തിനാ പറയണത്? 2 നില കഴിഞ്ഞാൽ ബാക്കി സാധനം ആണ് ഇത്. ഇപ്പം അത് 3 നിലയാക്കി കൊടുക്കും. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വേറെ എവിടെയെങ്കിലും വീട് വെക്കാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫയൽ ചോദിക്കുമ്പോൾ പറയും, ഞാൻ വെച്ചതാണ് അവിടെ കാണുന്ന ആ ജംഗ്ഷനിലുള്ള വീട്, ആ 3 നില വീട്. അപ്പോൾ 3 നില വീടെന്ന് പുള്ളിയുടെ ബയോഡേറ്റ കൂട്ടാൻ വേണ്ടി നമ്മൾ ദുർവിനിയോഗിക്കുകയാണ്. എഞ്ചിനീയർമാരെ പലയിടത്തും അങ്ങനെ ചെയ്യണത്. അത് അങ്ങേരുടെ ഫോറോളിയോ, അതായത് അങ്ങേരുടെ റെസ്യൂം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളെ ബാങ്കുകാരുടെ കൊണ്ടുപോയി നമ്മളെ ചേടിച്ചിട്ട് ഈ തേനീച്ചക്കുള്ള പരിപാടിയൊക്കെ കാണിക്കും. അതായത് ആറ്റക്കിളിക്കൊരു പരിപാടിയുണ്ട്. ഈ മിന്നാമിനുങ്ങ കയറി പിടിക്കും. മിന്നാമിനുങ്ങനെ കയറി പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആദ്യമേ ആറ്റി കൊക്കിൽ ചെള്ള എടുക്കും. ചെളി എടുത്തിട്ട് ഈ ആറ്റക്കൂടിനകത്ത് ചെള്ള ഒട്ടിച്ച് വെക്കും. ഇത് മിന്നാമിനിങ്ങനെ പിടിച്ചിട്ട് രാത്രി മിന്നാമിനിങ്ങിൻ്റെ തല കൊണ്ടുവന്ന് ചിലയിടത്ത് പൂത്തി വെക്കും. അപ്പോൾ മിന്നാമിനിങ്ങനെ പുറകെ ഇരുന്നുകൊണ്ട് തെളിഞ്ഞുകൊണ്ടിരിക്കും വീട്ടിൽ. ഈ പരിപാടി പല ആൾക്കാരും കാണിക്കും. അവരവർക്ക് വെളിച്ചം കാണാൻ വേണ്ടി അവരുപയോഗിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മകനേ ഉള്ളവിടെ അല്ലെങ്കിൽ താമസിക്കാനുള്ളത്. അപ്പോഴേ ഇത് 3 നില വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കരമായ ഒരു പകിട്ട് തോന്നും. 3 നിലയാണ് തലയൊക്കെ എടുത്ത് നിൽക്കുക. പക്ഷേ പഞ്ചായത്തുകാർ പറയും, ഉടനെ പഞ്ചായത്തുകാർ പറയും, പിന്നെ പഴയ കാര്യമല്ല, ഇപ്പം പുതിയ ബഡ്ജറ്റൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്തല്ല കോർപ്പറേഷനാണ് അല്ലെ മുനിസിപ്പാലിറ്റി ആണെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ കിഡ്നി അടിച്ചുകൊണ്ട് പഞ്ചായത്തുകാർ പോകും. എന്താ സംഭവം? നമ്മളൊക്കെ കോർപ്പറേഷനല്ല, അടിപൊളി സൂപ്പർ പരിപാടിയല്ലേ എന്ന് വെച്ചാൽ, ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി കഴിയുമ്പോൾ ടാക്സ് അതിൻ്റെ ഇരട്ടി കൂടി 3 നിലക്കുള്ള അതായത് ഇവിടെയെങ്കിലും ചെന്ന് അവസാനിക്കത്തില്ല. ഇത് ഇങ്ങനെ അക്കിടികൾ മനുഷ്യനെ പറ്റിക്കൊണ്ടേയിരിക്കും. കാര്യം മനുഷ്യന് വാനിറ്റി, അതായത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ലെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഈ സാധനത്തിനാണ് ലോക അരൂപി എന്ന് പറയുന്നത്.